പുതുരുത്തിയിൽ തേനീച്ച ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. അങ്കണവാടിയിലെ 5 കുട്ടികൾക്കും ജീവനക്കാരിക്കുമാണ് തേനീച്ചയുടെ കുത്തേറ്റത്. അങ്കണവാടി ജീവനക്കാരി ശോഭയുടെ പരിക്ക് ഗുരുതരമാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ സൂരജ്? ഈ പുതുരുത്തി അങ്കനവാടിയോട് ചേർന്നുള്ള ഒരു പറമ്പിലെ പ്ലാവിന് മുകളിൽ ഈ തേനീച്ചക്കൂടുണ്ടായിരുന്നു. ഈ തേനീച്ചക്കൂടാണ് ഉച്ചയോടുകൂടി ഇളകുന്നത്. ആ സമയത്ത് ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അങ്കനവാടിക്ക് പുറത്തിറങ്ങിയ സമയമായിരുന്നു. ആ സമയത്ത് ഈ തേനീച്ചക്കൂട് ഇളകുന്നു. ഈ കുട്ടികളെ ആക്രമിക്കുന്നതിന് വേണ്ടി തേനീച്ച എത്തുകയായിരുന്നു. ഈ സമയത്ത് ഹെൽപ്പ് അവിടെ ഉണ്ടായിരുന്ന അങ്കനവാടി ജീവനക്കാരി പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ അകത്തേക്ക് കയറ്റി. ഇതിനിടയിലാണ് കുട്ടികളിൽ ചിലർക്ക് ഈ തേനീച്ചയുടെ കുത്തേറ്റത്. പക്ഷേ കുട്ടികൾക്ക് ആർക്കും തന്നെ കാര്യമായി കുത്തേറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അങ്കനവാടി ജീവനക്കാരിക്കാകട്ടെ ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. കാരണം ഈ കുട്ടികളെ കയറ്റുന്ന സമയത്തെല്ലാം ഈ തേനീച്ചയുടെ ആക്രമണം നേരിടേണ്ടി വന്നത് അങ്കനവാടി ജീവനക്കാരിക്കാണ്. ഈ പ്ലാവിന് മുകളിൽ ഈ തേനീച്ചക്കൂട് ഉണ്ടായിരുന്നെങ്കിലും അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. വൈകുന്നേരം ഉച്ചയോടുകൂടി വലിയ കാറ്റ് അനുഭവപ്പെടുകയും അതോടുകൂടിയാണ് ഈ തേനീച്ചക്കൂട് ഇളകിയത്. എന്തായാലും ഈ പരിക്കേറ്റ കുട്ടികളെയും അതോടൊപ്പം തന്നെ അങ്കനവാടി ജീവനക്കാരിയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 നാട്ടുകാർക്ക് കൂടി കുത്തേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ അങ്കനവാടി ജീവനക്കാരിയുടെ പരിക്ക് മാത്രമാണ് ഗുരുതരമായി ഉള്ളത്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.